الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഖുർആൻ മനസ്സിരുത്തി വായിക്കുന്ന ഒരാൾക്ക് ധാരാളം ആയത്തുകളിൽ വിവിധ ശൈലികളിൽ വിവിധ ഇടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി പറഞ്ഞ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങളെല്ലാവരും മടക്കപ്പെടും എന്നതാണ്. ആ വാചകം വായിക്കുന്ന ആളുകൾ അവരുടെ ഖൽബിൽ അള്ളാഹുവിലേക്കുള്ള മടക്കത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകുമ്പോൾ അവരുടെ വിശ്വാസ കർമ്മ ആചാര മേഖലകളെല്ലാം ഏറ്റവും ഭംഗിയുള്ളതായി തീരും. അതോടൊപ്പം തന്നെ സൂക്ഷ്മതയുള്ളതായി തീരും. അങ്ങനെ ഏറ്റവും നല്ല വിശ്വാസവും കർമ്മങ്ങളുമുള്ള ഒരു വ്യക്തിയായി അയാൾ മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അറിയുന്ന പഠിക്കുന്ന ആളുകൾ ഈ വിഷയത്തിന്റെ ഗൗരവം അവരുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അവർ സ്വമേധയാ വിമലീകരിക്കപ്പെടുന്നത് മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ആ ചില മേഖലകളിലൂടെയുള്ള
ഒരു സഞ്ചാരമാണ് ഇൻഷാ അല്ലാഹ് തുടരുന്ന ഖുതുബകളിൽ നമുക്ക് കേൾക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ ആയത്തുകളിൽ അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും എന്ന് ബോധ്യപ്പെടുത്തുന്നത് ഒന്നാമത്തെ സ്ഥലം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിനെ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമാക്കി ചുരുക്കുകയും വേണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നിടത്ത് അവിടെയെല്ലാം അതിൻ്റെ അവസാനം അള്ളാഹു പറയുന്നത് അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കമെന്നാണ്. ഞാൻ 1-2 ആയത്തുകൾ മാത്രം ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 28-ാം അധ്യായം സൂറ അൽ ഖസസ്, സൂറത്ത് ഖസസിന്റെ 70-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഹുവ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ വലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ. വഹുവ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു, അവനത്രേ അല്ലാഹു, അവനല്ലാതെ ആരാധ്യനേ ഇല്ല. ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ, ആദ്യ ലോകത്തും അവസാന ലോകത്തും അഥവാ ഇഹത്തിലും പരത്തിലും സ്തുതി കീർത്തനം അവനാകുന്നു. വലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ, അവന് തന്നെയാണ് വിധി കർത്തൃത്വവും അഥവാ വിധി തീരുമാനിക്കുവാൻ, നിയമം നടപ്പിലാക്കുവാനുള്ള അധികാരം അവന്, നിയമനിർമ്മാണത്തിന്റെ അധികാരവും അവന് മാത്രമാണ്. അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ വാചകം നമ്മൾ മനസ്സിരുത്തി പഠിക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ ആദ്യ ഭാഗം അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെയും അവൻ്റെ റുബൂബിയത്തിനെയും ബോധ്യപ്പെടുത്തി ശേഷം പറയുന്ന വാക്ക് വഇലൈഹി തുർജഊൻ എന്നാണ്. അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് എന്നാണ്. ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം തുടർന്നു വരുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. 4 ആയത്തുകളിൽ 4 ഉദാഹരണങ്ങൾ, 4 യാഥാർത്ഥ്യങ്ങളെ അള്ളാഹു അതിനോട് തുടർത്തി പറയും നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ 71 മുതൽ തുടങ്ങുന്ന വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല ശർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ അഫലാ തസ്മഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ നബി നീ പറയുക, നീ അവരോട് ചോദിച്ചു നോക്ക്, പറയൂ എന്താണ് പറയേണ്ടത്. അറഅയ്തും, നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു തരൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്. ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ സദാസമയവും നിങ്ങളുടെ മേൽ അല്ലാഹു രാത്രി തന്നെ ആക്കുകയാണെങ്കിൽ, വെളിച്ചമില്ലാതെ രാത്രി മാത്രം ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് വന്നാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ, അല്ലാഹു അല്ലാതെ ഏതൊരു ഇലാഹാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് വന്നു തരിക. അഫലാ തസ്മഊൻ, എന്നിരിക്കെ നിങ്ങൾ കേട്ടറിയുന്നില്ലേ. അള്ളാഹുവിന്റെ 1-ാമത്തെ ഉദാഹരണമാണ്. ആദ്യം പറഞ്ഞ വാചകത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 1-ാമത്തെ ഉദാഹരണം, മനുഷ്യരെ നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്ക്. ഈ ഭൂമിയിൽ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് രാത്രി മാത്രം എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ യാതൊരു സാധ്യതയുമില്ലാതെ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റുവാനുള്ള പകൽ നിങ്ങൾക്കില്ലാതെ, അങ്ങനെ പരിപൂർണമായും രാത്രി മാത്രമാകുന്നൊരു സംവിധാനം അള്ളാഹു ഇവിടെ ഏർപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുതരാൻ ഏത് ആരാധ്യനാണ് ഉണ്ടാവുക? അള്ളാഹുവിന്റെ ചോദ്യം. ഇനി 2-ാമത്തത്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ
മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. ഖുൽ നബി നീ പറയുക, അറഅയ്തും നിങ്ങൾ കണ്ടുവോ, നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്, ഇൻ ജഅലല്ലാഹു അലൈക്കും അൻ-നാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിങ്ങൾക്ക് പകൽ മാത്രമായി സംവിധാനിച്ചാൽ, രാത്രിയില്ലാതെ പകൽ മാത്രമായി വന്നാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി, അതേ നിങ്ങൾക്ക് ശാന്തമായി ഉറങ്ങുവാൻ, ശാന്തമായിരിക്കുവാൻ, പകലിന്റെ അസ്വാരസ്യങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, പകലിലെ അഹോരാത്രമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, ആ ക്ഷീണത്തിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തമായൊന്നുറങ്ങുവാൻ രാത്രി കൊണ്ടുതരാൻ ഏത് ആരാധ്യനാണുള്ളത്? അഫലാ തുബ്സിറൂൻ, എന്നിരിക്കെ നിങ്ങൾ കണ്ടറിയുന്നില്ലേ? രണ്ടാമത്തെ ചോദ്യം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രണ്ടാമത്തെ കാര്യം, ഭൂമിയിൽ രാത്രി മാത്രം, പകൽ മാത്രം, രാത്രിയില്ല. പകൽ മാത്രമായി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മൂന്നാമതായി അല്ലാഹു പറയുന്നു, വമിർ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തശ്കുറൂൻ. വമിർ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിനാലാണ്, ജഅല ലക്കുമുൽ ലൈല വന്നഹാർ, പകലും രാത്രിയും ഉണ്ടാക്കി തന്നത്, പകലും രാത്രിയും ഏർപ്പെടുത്തി തന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. എന്തിനാണ്? ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, നിങ്ങൾക്ക് ശാന്തമായിരിക്കുവാനും അവന്റെ അനുഗ്രഹം അഥവാ ഉപജീവന മാർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അന്വേഷിക്കുവാനും വേണ്ടി. വലഅല്ലകും തശ്കുറൂൻ, മാത്രമല്ല നിങ്ങൾ നന്ദി ചെയ്യുന്നവരാകാനും വേണ്ടിയാണ്. അപ്പൊ പകലും രാത്രിയും, ആദ്യം അല്ലാഹു വെളിച്ചം, പിന്നെ ഇരുട്ട് പറഞ്ഞു, പിന്നെ രാവും പകലും മാറി മാറി വരുന്നു. രാവിലെയും രാത്രിയും, പകലും രാത്രിയും അതിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നു. എന്തിനാണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ പകൽ ഏതൊരു ജീവിയെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെന്ന് മാത്രമല്ല, ഏതൊരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആഹാരത്തിന്റെ, അതിൻ്റെ അന്നത്തിന്റെ, അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുടെ മേഖലയാണ് പകൽ. രാത്രിയാവട്ടെ അതിൻ്റെ സമാധാനവും ക്ഷീണവും തളർച്ചയും ഒക്കെ മാറ്റി ശാന്തമായി ഒന്ന് വിശ്രമിക്കാനുള്ള സമയവുമാണ്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറി മാറി നിങ്ങൾക്ക് തന്നത് അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ജനങ്ങളെ, നിങ്ങൾ ഇതനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ലയോ? ആ അല്ലാഹുവിനെ മാത്രം ഇബാദത്തെടുത്തുകൊണ്ട്, ആ അല്ലാഹുവിൽ മാത്രം തന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് മാത്രം നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ലേ? ഇലൈഹി തുർജഊൻ, അവങ്കിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുക. സൂക്ഷിച്ചോളണം. ഈ ഭൂമിയിൽ സംവിധാനിച്ച ഓരോ സംവിധാനങ്ങൾക്കും കൃത്യവും വ്യക്തവുമായ മറുപടി നിങ്ങൾ പറയേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അനുഗ്രഹങ്ങളെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, പകലും രാത്രിയുമെല്ലാം സംവിധാനിച്ച, വെളിച്ചവും ഇരുട്ടുമൊക്കെ സംവിധാനിച്ച പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കൃത്യമായ കടപ്പാടും കൃത്യമായ അല്ലാഹുവിനുള്ള കീഴൊതുങ്ങലും നിങ്ങൾക്ക് നഷ്ടമായാൽ മടങ്ങി ചെല്ലേണ്ടത് അവന്റെ അടുത്താണെന്നുള്ള ശക്തമായൊരു ഓർമ്മപ്പെടുത്തൽ അല്ലാഹുവിന്റെ മുന്നിൽ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു, ചിഹ്നങ്ങളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു. ഇനി ശക്തമായ വാക്പോരിന്റെയും ശക്തമായ പ്രയത്നത്തിന്റെയും സമയമാണ്. പക്ഷെ ഒരു വിശ്വാസിക്ക് ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഈ വാചകത്തിന്റെ അവസാനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വഇലൈഹി തുർജഊൻ, അവങ്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക, അല്ലാഹുവിലേക്കാണ് നിങ്ങൾ തിരിച്ചു ചെല്ലുക. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ശക്തമായ റോൾ ഉണ്ട്.
ആ റോൾ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായ ഒരു വർത്തമാനം പോലും ഈ ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ പാടുള്ളതല്ല. ഒരു പ്രവർത്തനവും നീതിയുടെ പക്ഷത്തല്ലാതെ അനീതിയുടെ പക്ഷം ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം പോലും ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. തെരഞ്ഞെടുപ്പ് വരും പോകും, സ്ഥാനാർത്ഥികൾ ജയിക്കും തോൽക്കും, അതുപോലെ തന്നെ സർക്കാരുകൾ വരും പോകും. പക്ഷെ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു വിഷയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കനിഞ്ഞരുളി നൽകിയിട്ടുള്ള ഈ ആയുസ്സിൽ, അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൽ നീ അല്ലാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരമായി പ്രവർത്തിച്ചാൽ ഉറപ്പ്, ഈ വാചകം കൽബിൽ ചേർത്ത് എഴുതി വെച്ചോ, വ ഇലൈഹി തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുക അല്ലാഹുവിലേക്കാണ്. നിങ്ങൾ മടക്കപ്പെടുക അല്ലാഹുവിലേക്കാണ്. അനാവശ്യമായ വർത്തമാനങ്ങൾ, വ്യക്തിഹത്യകൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, തങ്ങളുടെ പാർട്ടിയല്ലാത്ത പാർട്ടിക്കാരൻ ഏത് ആളായാലും ശരി അവനെ കുത്തിനോവിക്കാനും അവനെ ആളുകളുടെ മുന്നിൽ ഇകഴ്ത്തുവാനും ആളുകളുടെ മുന്നിൽ പ്രയാസപ്പെടുത്തുവാനും ഒക്കെ ഒരു വിശ്വാസിയുടെ നാവ് കൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഉണ്ടായാൽ ആ വിശ്വാസി ഓർത്തു വെച്ചോളൂ, ഇന്ന് രാത്രി അയാൾ മരണപ്പെട്ടാൽ, അടുത്ത ദിവസം അയാൾ മരണപ്പെട്ടാൽ വഇലൈഹി തുർജഊൻ, അല്ലാഹുവിങ്കലേക്കാണ് മടക്കപ്പെടുക. അവിടെ പാർട്ടി ഉണ്ടാവില്ല, അവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല. നാം ആർക്കു വേണ്ടിയാണോ മറ്റൊരുത്തനെ ആക്ഷേപിക്കാൻ പ്രവർത്തിക്കാൻ ശ്രമിച്ചത് അവരാരും തന്നെ നമുക്ക് കൂട്ടായി, നമുക്ക് ഗുണമായി, നമുക്ക് എന്തെങ്കിലും വിഷയത്തിലുള്ള ശുപാർശയോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം ഈ വാക്ക്, വ ഇലൈഹി തുർജഊൻ. എന്തിനാണ് അള്ളാഹു ഇത് പറഞ്ഞത്? നോക്കൂ നിങ്ങൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ധാരാളം ആളുകൾ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ, അത്തരം ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ വിഷയം, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി വലഹുൽ ഹുക്മു, അവനാണ് വിധികർത്തൃത്വം, അവന് മാത്രമാണ് ആ അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിധിയിൽ എതിർക്കുവാനോ ആ വിധിയെ ചോദ്യം ചെയ്യാനോ അതിനെ തിരുത്തുവാനോ ഒരാൾക്കും സാധ്യമാകില്ല എന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഖസസിന്റെ 88-ാമത്തെ വചനം. സൂറത്തുൽ ഖസസിന്റെ 88-ാമത്തെ വചനം അവസാനിക്കുകയാണ് അധ്യായം. ആ അധ്യായത്തിന്റെ അവസാന ഭാഗം അല്ലാഹു പറയാൻ, വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ഇലാഹ ഇല്ലാഹു കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ. വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവോട് കൂടെ വേറൊരു ആരാധ്യനെ നീ വിളിച്ചു പ്രാർത്ഥിക്കുകയും അരുത്, വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്ക് അർഹനായവനില്ല. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, അവന്റെ തിരുമുഖമൊഴികെ എല്ലാ വസ്തുക്കളും നാശമടയുന്നതാണ്. ലഹുൽ ഹുക്മു, നിയമാധികാരം അവനാണ്. വഇലൈഹി തുർജഊൻ, അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ശിർക്കിന്റെ ഗൗരവത്തെ വളരെ ശക്തമായി എടുത്തുദ്ധരിക്കാൻ. അള്ളാഹുവിന് പുറമെ വിളിച്ചു തേറപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഏതൊരു ശക്തിയും എന്തുമാവട്ടെ, അവയൊന്നും ആരാധനക്കർഹമായവയല്ല, അതിനെ ഒന്നും ആരാധിച്ചുകൂടാ. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് നിങ്ങൾ അതിന്റെ പിന്നാലെ പോയാൽ ഉറപ്പായും ശ്രദ്ധിച്ചോളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് നിയമാധികാരമുള്ളത്. അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുക. ഈ ഹ്രസ്വമായ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോയാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കുമെന്ന് അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ്. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്ത് അങ്കബൂത്ത് 29-ാം അധ്യായം. സൂറത്ത് അങ്കബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ തന്നെ അവന്റെ ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിങ്കലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന വാചകം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ, ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹ് ലാ യംലികൂന ലക്കും റിസ്ഖാ
فابتغوا عند الله الرزق واعبدوه واشكروا له إليه ترجعون. അല്ലാഹു പറയാൻ, ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവ, ലാ യംലികൂന ലക്കും റിസ്ഖൻ, നിങ്ങൾക്ക് ഉപജീവനം അവരാരും തന്നെ ഉടമപ്പെടുത്തുന്നില്ല, അധീനമാക്കുന്നില്ല. ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടിക്കൊള്ളൂ, അന്വേഷിച്ചുകൊള്ളൂ. വഅബ്ദൂഹു, നിങ്ങൾ അവനെ ആരാധിച്ചുകൊള്ളൂ. വഷ്കുറൂ ലഹു, അവന് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളൂ. ഇലൈഹി തുർജഊൻ, അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയും. ഈ ആയത്ത് തുടങ്ങുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ വിഷയസംബന്ധിയായി അതിന്റെ ബാക്കി ഭാഗം വായിച്ചെന്ന് മാത്രം. ഈ ആയത്ത് തുടങ്ങുന്ന ഒരു പ്രത്യേകത, ഈ കാലഘട്ടത്തെ നമ്മൾ അറിയേണ്ട, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മളുടെ കൽബിലേക്ക് പെട്ടെന്ന് കയറുന്നൊരു വർത്താനുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ഈ ആയത്തിന് തുടക്കം തരും, ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാനൻ വതഖ്ലുഖൂന ഇഫ്ക. നിങ്ങൾ ജുമുഅ കഴിഞ്ഞ് വീട്ടിൽ പോയാൽ ഈ അധ്യായത്തിന്റെ 29-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാനൻ, അല്ലാഹുവിന് പുറമെ തീർച്ചയായും നിങ്ങൾ ആരാധിക്കുന്നത്, വിളിച്ചു തേടുന്നത് ചില വിഗ്രഹങ്ങളെ മാത്രമാണ്. വതഖ്ലുഖൂന ഇഫ്ക, എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ വ്യാജം സൃഷ്ടിച്ചുണ്ടാക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ വാക്ക് നോക്കുങ്ങൾ, ഈ കാലഘട്ടവുമായി അതിന് ബന്ധമുണ്ടെന്ന് പരിശോധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ചില വിഗ്രഹങ്ങളെ ആണ് നിങ്ങൾ ആരാധിക്കുന്നത്. നിങ്ങൾ പർവ്വതീകരിച്ചുണ്ടാക്കി വെച്ച ചില വിഗ്രഹങ്ങൾ, നിങ്ങൾ കുറെ വ്യാജങ്ങൾ പറഞ്ഞു പൊലിപ്പിച്ചു വെച്ച കുറെ വിഗ്രഹങ്ങൾ. അത് തീർത്തും വിഗ്രഹങ്ങളുമാവാം. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട സംഗതിയുണ്ട്. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന ആളുകൾ തന്നെ അമ്പിയാക്കളും ഔലിയാവും എന്ന് വിളിക്കപ്പെടുന്ന മഹാന്മാരായ ആളുകൾ, ആ ആളുകളുടെ പേരിൽ ഇല്ലാത്ത വർത്തമാനം, വ്യാജ വർത്തമാനങ്ങൾ നിരന്തരം പറഞ്ഞൊരു ബിംബമാക്കി ഇങ്ങനെ വെച്ചു. ചിലതൊന്നും ആളുകൾക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വ്യാജവർത്തമാനങ്ങൾ വരെ, ചിലതൊക്കെ മനുഷ്യർക്കൊരിക്കലും കാണാൻ പോലും കഴിയാത്ത വസ്തുക്കളെ, ശക്തികളെ വരെ വിഗ്രഹവൽക്കരിക്കുന്നു. അതിനുവേണ്ടി നിരന്തരമായ വ്യാജ വർത്തമാനങ്ങളാണ്, വ്യാജം പറഞ്ഞിങ്ങനെ പൊലിപ്പിച്ചു വെക്കാൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ, അതിനെയാണ് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മനസ്സിലായിക്കോളിൻ, നിങ്ങളുടെ ഉപജീവനത്തിന്റെ ഒരു അംശം അല്ല, ഒരു ചെറിയ ലേശം പോലും ഇല്ല, അവർക്ക് ആർക്കും ഉടമപ്പെടുത്താൻ കഴിയില്ല. അവരാരും നിങ്ങൾക്ക് ഉപജീവനം തരുന്നില്ല. അവരാരും നിങ്ങളുടെ ഉപജീവനത്തിന് ഉടമപ്പെടുത്തിയവരല്ല. അള്ളാഹുവിനെ പുറമെ ഒരാൾക്കും കഴിയില്ലത്. അത് നിങ്ങൾ അള്ളാഹിലേക്ക് റിസ്ക് തേടിക്കോളി. കാരണം അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തപ്പെടുന്നത് അള്ളാഹുവാണ്. ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന നിയമം നിശ്ചയിച്ചവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് അവനോട് ഉപജീവനം തേടിക്കോളി. ഇല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷയായിരിക്കുമെന്ന താക്കീതാണ്. ഇലൈഹി തുർജഊൻ, ഇലൈഹി തുർജഊൻ എന്ന വാക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ശക്തമായി പഠിപ്പിച്ചു തരുന്നത്. ഞാൻ അവിടെ നിന്ന് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ ഒന്ന് വരാം. ഇവിടെ നമ്മൾ വിചാരിക്കുന്നു, ചില ആളുകൾ, ചില സ്ഥാനാർത്ഥികൾ, ചില നേതാക്കന്മാർ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ സമയവും സമ്പത്തുമെല്ലാം തൻ്റെ ആരോഗ്യവുമൊക്കെ വേണ്ടതും വേണ്ടാത്തതിനുമൊക്കെ ഉപയോഗപ്പെടുത്തി അയാൾക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന മഹാമണ്ഡന്മാരായ ആളുകളുണ്ട്. ഇബാദത്തുകൾക്ക് പോലും ഭംഗം വരുത്തിക്കൊണ്ട്, 5 നേരത്തെ നമസ്കാരം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ജാഥയുടെയും മറ്റിന്റെയും പേരിൽ
അള്ളാഹു തന്നെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വൈയക്തികമായ നിർബന്ധമായും താൻ ചെയ്യേണ്ടുന്ന ഇബാദത്തിൽ പോലും മുടക്കം വരുത്തി തനിക്കെന്തൊക്കെയോ തരുമെന്ന് താൻ വിചാരിക്കുന്ന അയാളുടെ മേൽ വെച്ച് കെട്ടിയ കുറെ വാചവർത്തമാനങ്ങളുടെ വിഗ്രഹങ്ങളെ അതിനുവേണ്ടി തന്റെ എല്ലാം സമർപ്പിക്കുന്ന മഹാവിഡ്ഢികൾ തിരിച്ചറിയണം. ഇലൈഹി തുർജഊൻ, ഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. ഇവിടെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിന്റെ ഹുക്കുമിനെ, അള്ളാഹുവിന്റെ നിയമത്തെ, അള്ളാഹുവിന്റെ കൽപ്പനയെ തള്ളി എറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ ഓർത്തോളൂ, ഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ആരുണ്ടാവില്ല, നിങ്ങൾ ആരാധിക്കുന്ന ഒരു വസ്തു ഉണ്ടാവില്ല, നിങ്ങളെല്ലാം അർപ്പിച്ച ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിഷയമുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ കാണേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്ത് പറഞ്ഞു എന്നത് മാത്രമാണ്. അള്ളാഹു എന്നോട് എന്താ സംസാരിച്ചത്, എൻ്റെ റബ്ബ് എന്നോട് എന്താ പറഞ്ഞത്, അള്ളാഹു നമുക്ക് പൂർണ്ണമായും അവൻ സമ്പൂർണമായി നമ്മളോട് പറയാൻ ഞാനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ബേജാറ് വേണ്ട, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി നമ്മളോട് പറയാൻ. പിന്നെ എന്തിനാ ബേജാർ, പിന്നെന്തിനാണ് പേടിക്കുന്നത്, പിന്നെന്തിനാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പോലും മറന്നിട്ട് നമ്മൾ ഈ ഭൂമി ലോകത്ത് ഭൗതികമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ഗൗരവതരമായി നമ്മൾ നമ്മളോട് ചോദിക്കണം. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് സുഖ്റുഫിൽ അള്ളാഹു പറഞ്ഞ ചില വാക്കുകൾ കൂടിയുണ്ട്. അള്ളാഹ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിൽ എഴുതി വെക്കേണ്ടുന്ന വാക്കാട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഈ ഖുത്ബ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഇലൈഹി തുർജഊൻ, ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക എന്ന ആ അള്ളാഹുവിന്റെ ഖൗല് നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ ഏത് സ്ഥലത്തും ഏറ്റവും സ്വാത്വികമായി ഏറ്റവും നല്ലതായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആന്റെ 43-ാം അധ്യായം സൂറ അസ്-സുഖ്റുഫ്, അതിന്റെ 84-85 വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വഹുവല്ലദീ ഫിസ് സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹ് വഹുവൽ ഹകീമുൽ അലീം. അവനത്രേ ആകാശത്തിൽ ആരാധ്യൻ, ഭൂമിയിൽ ആരാധ്യനായും ഉള്ളവനും അവൻ തന്നെ. അവനാണ് അഗാധജ്ഞൻ, അവനാണ് സർവജ്ഞൻ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും രാജാധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ വളരെ മഹത്വം ഏറിയവനാകുന്നു, അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഈ ലോകത്തിന്റെ ഒടുക്കത്തെ കുറിച്ചുള്ള വിവരം അവന്റെ അടുത്ത് മാത്രമാണ്. അവങ്കിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുക. പരിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റുഫിലെ 84-85 വചനങ്ങൾ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സുപ്രധാനമായ 1-2 കാര്യങ്ങൾ. അതിലൊന്ന്, ആകാശങ്ങളിലും ഭൂമിയിലും അവയ്ക്കിടയിലും ആരാധനക്കർഹനായുള്ളവൻ അല്ലാഹു മാത്രം, അവൻ മാത്രമാണ് ആരാധ്യൻ. വേറൊരാളും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനില്ല. എന്നിട്ട് തൊട്ടടുത്ത വാക്ക് എന്താ അറിയോ? വഹുവൽ ഹകീം അൽ അലീം. അവനാണ് അഗാധജ്ഞൻ, അവനാണ് സർവജ്ഞൻ, സർവജ്ഞാനത്തിന്റെയും ഉടമ, അഗാധജ്ഞാനത്തിന്റെ ഉടമ അല്ലാഹുവാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളല്ലാതെ ആരാധനയ്ക്ക് അർഹനാകാൻ പറ്റൂല. ഇത് അല്ലാഹു പഠിപ്പിച്ചു തരാൻ.
ഇതെന്തിനത് പറയണമെന്നറിയോ? വിവരമുള്ള, ബുദ്ധിയുള്ള, കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ ഭംഗിയായി വർക്ക് ചെയ്യുന്ന ആളുകളുടെ കൽബിൽ കൃത്യമായി ഉപകാരപ്പെടാനാണ്. ലോകത്ത് അല്ലാഹു അല്ലാതെ ആരാധ്യൻ. എന്തുകൊണ്ട്? അവനാണ് അഗാധജ്ഞൻ, അവനാണ് സർവജ്ഞൻ. എന്നിട്ട് അല്ലാഹു പറയാൻ, തബാറക്കല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ. ആകാശം, ഭൂമി, അവക്കിടയിലുള്ളതിന്റെ എല്ലാം അധികാരം മുൾക്കവന്റെ അടുത്താണ്. അവനാണ് അനുഗ്രഹപൂർണനായിരിക്കുന്നത്. ലോകത്തൊരാരാധ്യനും ആരാധിക്കപ്പെടുന്ന ഏതൊരു ശക്തിയോ വ്യക്തിയോ ആരും ആവട്ടെ, അവർക്കാർക്കും തന്നെ മുൽക്കുസമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇല്ല. അത് അല്ലാഹുവിന് മാത്രമാണ്. അവന്റെ അടുത്ത് മാത്രമാണ് ലോകാന്തത്തെ കുറിച്ചുള്ള വിവരം. വേറെ ആർക്കുമില്ല, പ്രവാചകന് പോലുമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന് ഇൽമു സഅത്ത് അറിയില്ല, എന്നാണ് ലോകാന്ത്യം അറിയില്ല. യസ്അലൂനക അനി സഅതി അയ്യാന മുർസാഹാ ഫീമ അൻത മിൻ ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാഹാ ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ, നിന്നോട് അവർ ചോദിക്കുകയാണ് എപ്പോഴതുണ്ടാകാൻ, നീ എന്ത് പറയും? നിനക്കെന്തറിയാം അതിനെ കുറിച്ച് പറയാൻ? അള്ളാഹുവിൻ്റെ അടുത്താണ് അതിൻ്റെ വിവരം, അള്ളാഹുവിൻ്റെ അടുത്താണ്. നീ അതിൻ്റെ മുന്നറിയിപ്പുകാരൻ മാത്രം. ഇല്ല, എനിക്കറിയില്ല. പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി അനി സാഅ, എപ്പോഴാ ഖിയാമത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ. ചോദിക്കപ്പെട്ടയാൾ ചോദ്യകർത്താവിനേക്കാൾ ഈ വിഷയത്തിൽ വിവരമുള്ളവനല്ല, എനിക്കറിയില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ലോകാന്ത്യം എപ്പോഴാണ്? അള്ളാഹുവിനെ മാത്രം അറിയുന്ന കാര്യം. അവൻ മാത്രമാണ് ആരാധ്യൻ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ അവസാനത്തെ വാക്ക് എന്താ? ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിച്ചാൽ ഓർത്തിരുന്നോളൂ, ദുനിയാവ് കൊണ്ട് അവസാനിക്കില്ല. അതിനുശേഷം മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അവിടേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിച്ചതിന്റെ പേരിൽ നിങ്ങളെതിരെ നടപടിയെടുക്കാൻ അള്ളാഹു ഉണ്ട് എന്ന കാര്യം മറന്നു പോകണ്ട. വല്ലാത്തൊരു താക്കീതാണത്, വല്ലാത്തൊരു താക്കീതാണ്. ജീവിതത്തിലെ, ഞാൻ വീണ്ടും പറയാം, ജീവിതത്തിലെ ഈ വാക്ക് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഈ പോപ്പപ്പായി വരിക എന്ന് പറയില്ല നമ്മൾ, എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പൊന്തി വരണം. ഇലൈഹി തുർജഊൻ. അപ്പം അടങ്ങും നമ്മുടെ നാവ്, അപ്പം അടങ്ങും നമ്മുടെ കൈ, അപ്പം അടങ്ങും നമ്മുടെ പ്രവർത്തനങ്ങൾ. കാരണം അടുത്ത നിമിഷം ഞാൻ മരിച്ചാൽ എൻ്റെ റബ്ബിന്റെ അടുത്തേക്കാണ് ഞാൻ പോകേണ്ടത്. അത് അല്ലാഹു നിരന്തരം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാനില്ലട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ വീണ്ടും ഒന്നും കൂടെ സൂചിപ്പിക്കാൻ, എന്തുകൊണ്ടാന്ന് പറയുന്നറിയോ? മുസ്ലിങ്ങളായ ആളുകൾ വരെ മഹാ ദുരന്തങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായിട്ട് വന്നാൽ അവന്റെ ഈമാനും ഇഖ്ലാസും തഖ്വയും ഒക്കെ നഷ്ടാണ്. പേടിയും തോന്നുന്നുണ്ട്. പരിശുദ്ധ റമളാനിന്റെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ പേരിൽ എന്തൊക്കെ വൃത്തികേടുകളാണ് ആളുകൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. അപ്പോഴൊക്കെ ഈ വാക്ക് മറന്നു പോകരുത്. ഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. ആ ഗൗരവം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കാനും പ്രതികരിക്കാനും കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയുള്ള സദഖയാണ്. എല്ലാവരും ഈ പള്ളിക്ക് വേണ്ടി, നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ജുമാക്ക് വരുന്ന, നിസ്കരിക്കാൻ വരുന്ന, അങ്ങനെ നമുക്ക് ഉപകാരപ്പെടുന്ന, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സദഖയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ അതിനോട് സഹായിക്കണം, സഹകരിക്കണം എന്നുകൂടി ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയ നാളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين.